നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിലെ പ്രതി അരുൺ ആനന്ദ് കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ക്രൂരമായ വാർത്തകൾ വരുന്നു. ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ക്രൂരതയും സംഭവത്തിന് പിന്നിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണെന്നാണ് വാർത്ത. പ്രതി അരുൺ ആനന്ദ് ഇത്തരം സ്വഭാവക്കാരനാണെന്ന് ജില്ലാ പോലീസ് മേധാവിയും പറയുന്നുണ്ട്. നികൃഷ്ടതയുടെ പര്യായമാണ് അരുൺ. എന്നാൽ കുട്ടിയുടെ മാതാവായ യുവതിയുടെ ഭർത്താവിന്റെ മരണം സ്വാഭാവികമെന്നാണ് ഇപ്പോൾ ഇതുവരെയുള്ള വിലയിരുത്തൽ. മദ്യപിച്ചു വന്ന ശേഷം അമ്മയുടെ അടുത്തു നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുക പതിവായിരുന്നു. കുഞ്ഞിന്റെ അമ്മ പ്രതിയുടെ കാമുകിയായിരുന്നു. അമ്മയ്ക്കൊപ്പം കിടക്കാൻ വാശി പിടിക്കുന്ന 7 വയസ്സും 4 വയസ്സുമുള്ള കുഞ്ഞുങ്ങളെ അരുൺ എടുത്ത് എറിയുകയും ഭിത്തിയിൽ തലയിടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അമ്മയ്ക്കൊപ്പം കിടക്കാൻ ഈ കുരുന്നുകളെ അനുവദിക്കാതെ പുറത്തു തള്ളിയ ശേഷം യുവതിക്കൊപ്പം കിടക്ക പങ്കിടലും രാത്രിവാസവുമായിരുന്നു അരുണിന്റെ പരിപാടി. ഇതിനായി അമ്മയും കൂട്ടുനിന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. കുഞ്ഞുങ്ങളെ അമ്മയുടെ ഒക്കത്തു നിന്ന് പിടിച്ചെറിയും. അതായത് കാമുകിയുമായുള്ള സ്നേഹത്തിന് മുന്നിൽ 2 കുട്ടികൾ വരുന്നത് അരുണിന് സഹിക്കാനായില്ല. അമ്മയാകട്ടെ കാമുകനോടുള്ള അമിത വാത്സല്യം മൂലം സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ക്രൂരപീഡനത്തിനായി വിട്ടു നൽകി. കുട്ടികളെ ലൈംഗികാക്രമണം നടത്തിയത് തെളിഞ്ഞതിനാൽ അരുൺ ആനന്ദിനെതിരെ പോക്സോ കേസും എടുത്തിരിക്കുകയാണ്. ഇതിനിടയിൽ അരുൺ കൊല്ലാക്കൊല ചെയ്ത 7 വയസ്സുകാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്ററിലുള്ള കുട്ടിയുടെ ജീവൻ നിലനിർത്താനുള്ള കഠിന ശ്രമത്തിലാണ് ഡോക്ടർമാർ. ഇരയായ കുട്ടിക്ക് വെന്റിലേറ്റർ സഹായം തുടരും. മസ്തിഷ്ക മരണം സംഭവിച്ചെന്ന വാർത്ത തെറ്റാണ്. എന്നാൽ ഈ സാധ്യത വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പു പറയാൻ കഴിയില്ലെന്ന് മെഡിക്കൽ ബോർഡ് ഉറപ്പു പറയുന്നു. നിലവിലെ ചികിത്സ തന്നെ തുടരുമെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ ഡോക്ടർമാരുടെ സംഘം അറിയിച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മാറ്റേണ്ട സാഹചര്യമില്ല. ഇപ്പോൾ ലഭിക്കുന്ന ചികിത്സയിൽ മെഡിക്കൽ ബോർഡ് തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പീഡിയാട്രിക് ന്യൂറോ വിഭാഗങ്ങളിലെ 4 അംഗ വിദഗ്ധ സംഘമാണ് കുട്ടിയുടെ ചികിത്സാ രേഖകൾ പരിശോധിച്ച് ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നത്. തൊടുപുഴ ഉടമ്പന്നൂർ സ്വദേശി യുവതിയും അരുണും ഒരുമിച്ച് കുമാരമംഗലത്തെ വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. യുവതിയുടെ 7ഉം 4ഉം വയസ്സുള്ള 2 ആൺമക്കളും അവരോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെ 1:30 കുട്ടികളെ വീട്ടിൽ നിന്ന് തനിച്ചാക്കി പുറത്തുനിന്ന് പൂട്ടി ഇരുവരും ഭക്ഷണം കഴിക്കാനും പോയിരുന്നു. തിരിച്ചെത്തിയത് പുലർച്ചെ 3-ന്. അപ്പോഴേക്കും 2 കുട്ടികളും ഉറങ്ങിപ്പോയിരുന്നു. ഇളയ കുട്ടി ട്രൗസറിൽ മൂത്രമൊഴിച്ചത് കണ്ട് അരുൺ മൂത്ത കുട്ടിയെ വിളിച്ചുണർത്തി. അനിയനെ മൂത്രമൊഴിപ്പിച്ച് കിടത്താനുള്ള ശിക്ഷ തുടങ്ങി. ആദ്യം അടിവയറ്റിൽ ആഞ്ഞു ചവിട്ടി. കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ഇത് ചെയ്തത്. 6 അടി ഉയരമുള്ള അരുണിന്റെ ഒറ്റ ചവിട്ടിൽ കുട്ടി അകലേക്ക് തെറിച്ച് ചുവരിൽ തലയിടിച്ചു വീണു. കുട്ടിയെ കട്ടിലിലേക്ക് എടുത്ത് വീണ്ടും വലിച്ചെറിഞ്ഞു. അപ്പോൾ സ്റ്റീൽ അലമാരയുടെ മൂലയിലിടിച്ച് തലയോട്ടി 1.5 ഇഞ്ച് നീളത്തിൽ പൊട്ടി. പിന്നെ കുട്ടിയുടെ തല പിടിച്ച് കട്ടിലിന്റെ കാലിലിടിച്ചു. ഇതാണ് പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയിലുള്ളത്. നിലത്തു വീണ കുട്ടിയെ പലതവണ തൊഴിച്ചെന്നും പല മുറികളിലൂടെ വലിച്ചെഴിച്ചെന്നും പറയുന്നു. മുറികളിലെല്ലാം ചോര പടർന്നു കിടപ്പുണ്ട്. തടയാൻ ശ്രമിച്ച യുവതിയെയും മർദ്ദിച്ച് അവശയാക്കി. 4 വയസ്സുള്ള ഇളയ കുഞ്ഞിനെയും മർദ്ദിച്ചത്രേ. മർദ്ദനത്തിൽ കുഞ്ഞിന്റെ പല്ലൊടിഞ്ഞുപോയി. തുടർന്ന് മുറി വൃത്തിയാക്കി ഇളയ കുഞ്ഞിനെ വീണ്ടും പൂട്ടിയിടുകയായിരുന്നു. മൂത്ത കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് 3:55-ന് ആയിരുന്നെന്നാണ് പോലീസ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.